പച്ചപ്പ് നിറഞ്ഞ വിശാലമായ കളിസ്ഥലം. ഗ്രാമത്തിൻ്റെ വിശുദ്ധി പോലെ ചുറ്റിലും മരങ്ങൾ നിറഞ്ഞ ആ പുൽത്തകിടിയിൽ ഓടിക്കളിക്കുന്ന ചെറുബാല്യത്തിലെ കുട്ടികൾ. കളിസ്ഥലത്തെ മരച്ചുവട്ടിലായി രണ്ട് കുട്ടികൾ കളി കണ്ടുകൊണ്ടിരിക്കുന്നു. അവർ സഹോദരങ്ങളാണെന്ന് ആദ്യ കാഴ്ചയിൽ തന്നെ മനസ്സിലായി. അവൻ്റെ കയ്യിലെ മിഠായി ഷർട്ടിൻ്റെ കോണിലേക്കിട്ട് മെല്ലെ അവൻ കടിച്ചു പൊട്ടിച്ച് അവൾക്ക് നൽകി. അവൾ അത് മെല്ലെ ആസ്വദിച്ച് കഴിക്കുന്നത് കാണാമായിരുന്നു. പന്തിനു പിറകെ ഓടുന്ന കുട്ടികളുടെ ഓരോ ചലനങ്ങളും അവൻ്റെ മുഖത്ത് കാണാൻ കഴിയുമായിരുന്നു. ആ പന്തിൻ്റെ താളത്തിൽ അവൻ്റെ കാലുകൾ ചലിച്ചു തുടങ്ങി. ഗ്രൗണ്ടിൽ നിന്ന് അവൻ്റെ കൂട്ടുകാരാരോ ഒരാൾ ഉച്ചത്തിൽ വിളിച്ചു ചോദിക്കുന്നു, ഇറങ്ങുന്നോ കളിക്കാൻ? അവൻ അതേ ശബ്ദത്തിൽ തിരിച്ച്, ഇല്ല, അമ്മ വഴക്ക് പറയും, ഞാനില്ല. ഉടൻ തന്നെ കയ്യിലെ ചെറുപുതിയും പെങ്ങളുടെ കൈയും പിടിച്ചവൻ മെല്ലെ നടന്നു നീങ്ങി. കൂട്ടുകാരോടൊപ്പം കളിക്കാൻ കിട്ടിയ ആ സമയം അവൻ എന്തേ പ്രയോജനപ്പെടുത്തിയില്ല എന്നത് ഞാൻ ഓർത്തു. കളിയിൽ കാലിൽ പരിക്കു പറ്റിയ കൂട്ടത്തിലൊരുവൻ അവർ ഇരുന്ന ആ മരച്ചുവട്ടിലേക്ക് വന്നു. അവനോട് ഞാൻ അന്വേഷിച്ചു, അവനെന്താ നിങ്ങളോടൊപ്പം കളിക്കാൻ കൂടാഞ്ഞത്? അവർ രണ്ടുപേരെക്കുറിച്ച് ഏറെ നേരം അവൻ എന്നോട് സംസാരിച്ചു. അതവരുടെ ജീവിതമായിരുന്നു. അവൻ ക്ഷീണമകറ്റി ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി. ഞാൻ മെല്ലെ നടന്നു അവരുടെ വീട് ലക്ഷ്യമാക്കി. ഇടവഴികളും നീർച്ചാലുകളും താണ്ടി ഞാൻ ഒരു കുന്നിൻ മുകളിലെത്തി. പച്ച കട്ട കെട്ടിയും ടാർപോളിനും മറ്റും കൊണ്ട് മറച്ച ഒരു കുടിൽ. ആ കുടിലിന് മുന്നിൽ വന്ന് ഞാൻ നിന്നു. അകത്തെ മുറിയിൽ നിന്ന് ഒരു സ്ത്രീയുടെ ശബ്ദം ഉയർന്നു കേൾക്കാമായിരുന്നു. ആ കുട്ടികളെ അവിടെ എങ്ങും ഞാൻ കണ്ടതുമില്ല. ഞാൻ ഉച്ചത്തിൽ വിളിച്ചു, ആളില്ലേ ഇവിടെ? പെട്ടെന്ന് ആ സ്ത്രീയുടെ ശബ്ദം നിന്നു. ആ രണ്ട് കുട്ടികളും പുറത്തേക്ക് വന്നു. ഞാൻ പന്ത് കളി സ്ഥലത്ത് നിങ്ങളെ കണ്ടിരുന്നു, എന്തേ അവരോടൊപ്പം കൂടിയില്ല? അവൻ പറഞ്ഞു, അമ്മ വഴക്ക് പറയും. ഞാൻ അവനോട് ചോദിച്ചു, എവിടെ നിന്റെ അമ്മ? അവൻ മെല്ലെ അകത്തേക്ക് വിരൽ ചൂണ്ടി. ഞാൻ അകത്തേക്ക് നോക്കുമ്പോൾ അകത്തെ ചുവരിൽ ഫോട്ടോയിൽ മാല ചാർത്തിയ ഒരു സ്ത്രീയുടെ പടം. അതവൻ്റെ അമ്മയായിരുന്നു. തൊട്ടു താഴെ ഒരു ടേപ്പ് റെക്കോർഡിൽ അതിൽ നിന്നാണ് അവൻ്റെ അമ്മയുടെ ആ ശബ്ദം മുഴങ്ങിക്കേട്ടത്. തിരികെ നോക്കുമ്പോൾ അവൻ്റെ കണ്ണിൽ ഈറനണിഞ്ഞിരുന്നു. അമ്മയുടെ സാന്നിധ്യമില്ലാതെ ആ അമ്മയുടെ ശബ്ദങ്ങളിലൂടെ മാത്രം ജീവിക്കുന്ന രണ്ട് ബാല്യങ്ങൾ. തൊട്ടടുത്തുള്ള ബന്ധുക്കൾ വല്ലപ്പോഴും ഒന്ന് എത്തി നോക്കിയാൽ മാത്രമായി. ഒരുപാടേറെ നേരം അവരോട് സംസാരിച്ചിരുന്നു. സമയം പോയതറിഞ്ഞതേയില്ല. പടിഞ്ഞാറ് അസ്തമനത്തിന് സമയമായി. അപരിചിതനായി എന്നെ ആ വീടിൻ്റെ മുറ്റത്ത് കണ്ടിട്ടാകണം ബന്ധത്തിലുള്ള ആരൊക്കെയോ ആ മുറ്റത്തേക്ക് വന്നു. ഇതൊന്നും പ്രതീക്ഷിക്കാതെ ഇറങ്ങിയ എൻ്റെ കയ്യിൽ അവർക്ക് നൽകാൻ ഒന്നുമില്ലായിരുന്നു. ആ നൊമ്പരമുള്ളിൽ ഒതുക്കി ഇനി ഒരിക്കൽ ഞാൻ വരും എന്ന് പറഞ്ഞ് മെല്ലെ ആ പടിക്കെട്ടുകൾ ഇറങ്ങി. അങ്ങ് പടിഞ്ഞാറ് ചുവപ്പിലേക്ക് ഇരുട്ട് വീണു തുടങ്ങി. വിദൂരതയിലേക്ക് എന്നെ നോക്കി അവരും നിന്നു. ഒരുപക്ഷെ ഇനി ഒരിക്കൽ കാണാമെന്ന പ്രതീക്ഷയിൽ ഞാൻ നടന്നു. ആ അമ്മയുടെ ശബ്ദത്തിൽ ജീവിക്കുന്ന കുട്ടികൾ എൻ്റെ വരവ് ഒരുപക്ഷെ ഇനിയും പ്രതീക്ഷിക്കുന്നുണ്ടാവാം.